അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഉള്ളത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പൊതുവിദ്യാലയമാണ്. എന്തായാലും കുട്ടികളൊരു അവസാന റൗണ്ട് പഠിത്തത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഈ ഹാളിൽ 9 മണിക്ക് അവരോട് കയറാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ HM നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇവരെ പുറത്തേക്ക് ഇറക്കുമെന്നാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞു? പഠിച്ചു. എന്താ അവസ്ഥ? കുഴപ്പമില്ല, എല്ലാം പഠിച്ചോണ്ട് എഴുതാ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതേ വലിയ ടെൻഷനൊന്നും വേണ്ടെന്നാ. അറിഞ്ഞായിരുന്നു. ഇന്ന് മലയാളമാണല്ലേ? പൊതുവെ ഈസിയാണ്. ഈസിയാ ആണ്. എന്താ അവസ്ഥ? എന്താ വീട്ടില് പറഞ്ഞോ എല്ലാം ഇരുന്ന് പഠിക്കണോന്നൊക്കെ? എത്ര സമയം പഠിച്ചു? കൊറേ സമയം ഇരുന്ന് പഠിച്ചു, ഒരു 12 മണി വരെ രാത്രി. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിച്ചു. ടെൻഷനൊക്കെ കുറച്ചേ ഉള്ളു. ടെൻഷൻ കുറച്ചേ ഉള്ളു അല്ലേ? അടിപൊളി. കുറച്ചേ ഉള്ളു. വലിയ ടെൻഷനൊന്നും ഇല്ല. ഇല്ല, വലിയ ടെൻഷനൊന്നും ഇല്ല. അങ്ങനെയാണ് കുട്ടികൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പരീക്ഷയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇന്ന് ഇരുന്നോട്ടെ ചേച്ചി. കുറെ നാള് മുമ്പ് ഇങ്ങനെ ഇരുന്നതാ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അന്ന്. നിങ്ങൾക്ക് പക്ഷെ ടെൻഷൻ ഒന്നും ഇല്ല അല്ലേ? എങ്ങനെയായിരുന്നു പഠിത്തമൊക്കെ? നിങ്ങൾ ഇത്രയും നാള് നിന്നിട്ട് ഇനിയിപ്പോ ഒരു പൊതുപരീക്ഷയിലേക്ക് കിടക്കുവാണല്ലോ. അപ്പൊ അമ്മയച്ഛനൊക്കെ വീട്ടിൽ എന്ത് പറഞ്ഞു? പഠിക്കണം, പഠിച്ചില്ലേ മാർക്ക് പോകും, തലവരുത്തി നിൽക്കേണ്ടതാണ്, വലിയ ജോലിയൊക്കെ മേടിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നു. എന്താ ആഗ്രഹം? എന്താ? നേഴ്സിംഗ് പഠിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നല്ല മാർക്കോടെ വിജയിക്കണമെന്നുണ്ട്, അതിനകത്ത് പരിശ്രമിക്കുന്നു. എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു? അതോ ചേച്ചീനൊക്കെ? ഞാനൊക്കെ തലേദിവസം പഠിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെയാണോ? തലേദിവസം തന്നെ പഠിക്കുന്നത്, എല്ലാ ദിവസവും തന്നെ പഠിക്കത്തൊന്നുമില്ലായിരുന്നു. എന്തായിരിക്കും എക്സാം കഴിയുമ്പോൾ ഒരു അവസ്ഥ? അറിയത്തില്ല. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. ചെറിയ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഒന്നും അടിക്കില്ല. ഇന്ന് മലയാളം അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. മലയാളം പൊതുവെ നമുക്ക് ഈസി അല്ലേ? അതാണ് ഇവിടെ ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിലുള്ള ഒരു കമ്പൈൻ സ്റ്റഡി ആണോ? എന്ത് അവസാനം നോക്കുന്നത്? എല്ലാം ഓടിച്ചിട്ട് നോക്കുവാണ്. എന്തായിരിക്കും റിസൾട്ട് വരുമ്പോ? കഴിഞ്ഞ പ്രാവശ്യം ഗേൾസിന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു, ഗേൾസ് ഹൈസ്കൂളിന്. ഇത്തവണ നിങ്ങൾ നിലനിർത്തുവോ? ഉറപ്പായിട്ടും നിലനിർത്തും. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ നിങ്ങൾക്ക് ഒരു 10th ആയിരുന്നപ്പോ ടീച്ചേഴ്സിനൊക്കെ സമ്മർദ്ദം ഉണ്ടായിരുന്നു? ഇല്ല, എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാരും നമ്മുടെ കൂടെ നിന്നത്. ആണല്ലേ? അത് മിസ് പറയുന്നു നിങ്ങളെ ഇറങ്ങാൻ സമയം. എന്തായാലും നമ്മളോട് HM നമ്മുടെ കൂടെ ഉണ്ട്. ടീച്ചറെ, എല്ലാ പ്രാവശ്യവും നല്ലൊരു റിസൾട്ട് കൊടുക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു സർക്കാർ സ്കൂളാണ്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ വർഷങ്ങളായിട്ട് 100% വിജയവും കൂടുതൽ A+ കിട്ടുന്ന സ്കൂളാണ്. കുട്ടികളെല്ലാം നല്ല ഉഷാറായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എത്ര പിള്ളേരുണ്ട് ടീച്ചർക്ക് ഇത്തവണ പരീക്ഷ? 61 കുട്ടികളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ആയിട്ട് 61 കുട്ടികളുണ്ട്. ഇത്തവണ നമ്മൾ എന്തെങ്കിലും എക്സാമിലേക്ക് ഇവർ 10th കടക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള പഠനമോ കാര്യങ്ങളോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ മറ്റ് ക്ലാസ്സുകളൊക്കെ? തീർച്ചയായിട്ടും. നമുക്ക് കൗൺസിലിംഗ് ക്ലാസ് കൊടുത്തിരുന്നു കുട്ടികൾക്ക്. കോൺഫിഡൻസ് കൂട്ടാനായിട്ട് കൗൺസിലിംഗ് ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ വെളിയിൽ നിന്ന് ഇവർക്ക് പിന്നെ പല വിഷയങ്ങൾക്ക് അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിരുന്നു. ഇവിടുത്തെ അധ്യാപകരെ കൂടാതെ തന്നെ വെളിയിൽ നിന്ന് ക്ലാസ് എടുപ്പിച്ചിരുന്നു. കുട്ടികളെല്ലാം ഹാപ്പിയാണ്. ടീച്ചറുടെ പിള്ളേർ ഇത്തവണയും തകർക്കും തീർച്ചയായിട്ടും. അതാണ് ടീച്ചറുടെ പേര്? റൂബി ഫാത്തിമ. അതാണ് ടീച്ചറിന്റെ കുട്ടികൾ ഇത്തവണയും തകർക്കും എന്നാണ് അവര് പറയുന്നത്. ഇപ്പോ ഇറക്കാൻ സമയമല്ലേ അവര്? അവരിനിപ്പോ ഒരു ഹാളിലാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം ഇനിയിപ്പോ എക്സാം ഹാളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകും. 61 വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഹലോ, എന്ത് പറ്റി? ഉറങ്ങിയില്ലേ ഇന്നലെ രാത്രി? ടെൻഷനും. നമ്മൾ എത്ര കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് ടെൻഷൻ ഉണ്ട്. കാരണം അവർ ആദ്യമായിട്ട് കിടക്കുന്ന ഒരു പൊതുപരീക്ഷയാണല്ലോ. സ്വാഭാവികമായും അവർ ടെൻഷൻ ഉണ്ട്. അധ്യാപകർ ഇപ്പൊ വലിയ ടെൻഷൻ കൊടുക്കുന്നില്ല, പക്ഷെ വീട്ടുകാർ അത്യാവശ്യം നല്ല ടെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും നേരത്തെ തന്നെ കയറി. ഒരു അമ്മ പരീക്ഷ സമയമായിട്ട് ഒരമ്മ ഇവിടെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. കുട്ടികൾ വളരെ കൂളാണ്, പക്ഷെ അമ്മമാർക്ക് ഭയങ്കര ടെൻഷനാണോ? അവരുടെ ഭാവി ബാധിക്കുന്ന ആദ്യമായിട്ട് അവർ തയ്യാറെടുക്കുന്ന ഒരു എക്സാം എന്ന രീതിയിൽ ടെൻഷൻ ഉണ്ടാവും. ടീച്ചേഴ്സൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അവര് എക്സാം ഹാളുകളിലേക്കൊക്കെ പോകാനുള്ള പ്രിപ്പറേഷൻസിലേക്ക് എല്ലാവരും ഇറങ്ങി. എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? കുട്ടികളൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. കൗൺസിലിംഗ് ഉൾപ്പെടെ കൊടുത്തെന്നൊക്കെയാണ് ടീച്ചർമാർ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒക്കെ ഒരു ചിരിച്ച മുഖവും സപ്പോർട്ടൊക്കെ അവർക്ക് ഹാളിൽ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പൊതുവെ കുട്ടികളൊക്കെ നല്ല ആത്മവിശ്വാസമുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ അല്ലേ? അതെ, ആത്മവിശ്വാസമുള്ള കുട്ടികൾ. എല്ലാവരും റെഡിയാണ്. ടീച്ചറെ, എല്ലാവരും ഹാളുകളിലേക്ക് പോവുകയാണോ? എങ്ങനെയുണ്ട് ടീച്ചർ കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. എന്തായാലും അവർക്ക് ഇപ്പൊ എത്ര മണിക്ക് തുടങ്ങും? 9:15 ഫസ്റ്റ് ബെല്ല് അടിക്കും. 9:30 പിള്ളേർക്ക് പേപ്പർ കൂൾ ഓഫ് ടൈം തുടങ്ങും. 9:45 വരെ കൂൾ ഓഫ് ടൈം. അത് കഴിഞ്ഞ് എഴുതാൻ തുടങ്ങും.
അവരെല്ലാരും ഇറങ്ങി തുടങ്ങി, നമ്മുടെ കുട്ടികളും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വിളിക്കില്ലേ? നന്നായിട്ട് എഴുതണം കേട്ടോ പരീക്ഷയെല്ലാം. ആരും ടെൻഷൻ ഒന്നും അടിക്കാതെ നന്നായിട്ട് എഴുതില്ലേ? ഫസ്റ്റ് പരീക്ഷ ചെയ്യുമ്പോ ഇതൊക്കെ മാറും അല്ലേ? ആദ്യമായിട്ട് പറഞ്ഞ മലയാളം അല്ലേ ആദ്യം, നമ്മളങ്ങ് തടുത്ത് പിന്നെ അങ്ങ് കേറില്ലേ എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതാണ് അവര് എക്സാം ഹാളിലേക്ക് പോവാണ്. ഇനിയിപ്പോ നമ്മൾ അവരെ ടെൻഷൻ എടുപ്പിക്കേണ്ട, അവരുടെ വഴിക്ക് പോവുക. അവര് എന്താ പറയുക, വളരെ ആത്മവിശ്വാസമുള്ള കുട്ടികളുടെ മുഖങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പണ്ടത്തെ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്നു, കുട്ടികള് ഭയങ്കര കോൺഫിഡൻസിലാണ്. അറിയാം, തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് ചേർന്നത്. എന്തായാലും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ് ന്യൂസ് 18 വക കൂടി അറിയിക്കുകയാണ്. എന്തായാലും ഒരുപാട് പേർക്കും ഭൂരിഭാഗം ആളുകൾക്കും വലിയ ടെൻഷനൊന്നുമില്ല. എന്നാലും എത്രയൊക്കെ കൗൺസിലിംഗ് കൊടുത്തെന്ന് പറഞ്ഞാലും നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി അഭിമുഖീകരിക്കാൻ പോകുന്ന പൊതുപരീക്ഷയാണ്. സ്വാഭാവികമായും അല്ലറ ചില്ലറ ടെൻഷനൊക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും. എന്തായാലും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ ലളിതമായ പരീക്ഷയാകും എന്നുള്ളതാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം.